ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയ ഒരു ഉമ്മയും മകനും കണ്ണൂർ പുതിയങ്ങാടിയിലാണ്. വായിച്ചോളൂ. 4.8 സെക്കൻഡ് കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാല ടൈപ്പ് ചെയ്താണ് അഫ്ര മുഹമ്മദ് റിയാസ് വേൾഡ് റെക്കോർഡ് നേടിയത്. 2.5 വയസ്സുള്ള എസ്താൻ 15 കാറ്റഗറിയിലുള്ള 200-ലധികം വസ്തുക്കൾ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത്. കണ്ണൂരിൽ നിന്നും അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. മോഡുലേഷനൊക്കെ കറക്റ്റാണ്. മോഡുലേഷനൊക്കെ പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നി ന്യൂസ് കണ്ട് ഇതിലോട്ട് അങ്ങായി പോയതായിരിക്കും. അപ്പോൾ നമുക്ക് അർജുൻ്റെ റിപ്പോർട്ട് കാണാം. എൻ്റെ കയ്യിലുള്ളത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സുകളുമാണ്. ഇത് എനിക്ക് കിട്ടിയതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് കണ്ണൂർ പുതിയങ്ങാടിയിലുള്ള ഓലപ്പള്ളിയിലെ ഒരു ഉമ്മയ്ക്കും മകനും കിട്ടിയ റെക്കോർഡുകളാണ്. അഫ്ര മുഹമ്മദ് റിയാസും എസ്താൻ മുഹമ്മദ് റിയാസും. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കോർഡിലേക്ക് നിങ്ങൾ എത്തിച്ചത്? ഇപ്പോൾ മോനിക്കും എനിക്കുമാണ് ഇപ്പോൾ റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. മോനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡിൻ്റെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം മോൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു 15ഓളം കാറ്റഗറിയിലായി 200ഓളം ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞതിനും പിന്നെ GK ക്വസ്റ്റ്യന് ആൻസർ ചെയ്തതിനുമാണ് അവനിക്ക് 2 ഇയേഴ്സിനും 7 മന്ത്സിനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കേസിൽ ഒരു സിംഗിൾ ഫിംഗർ കൊണ്ട് ഞാൻ ഒരു 26 ആൽഫബറ്റ് A to Z മൊബൈൽ സ്ക്രീനിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഓൾറെഡി ഉണ്ടായ ഒരു 5 സെക്കൻഡ് ബ്രേക്ക് ചെയ്ത് 4.8 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയിട്ടുള്ളത്. വെറുതെ യൂട്യൂബിൽ കണ്ട ഒരു ചാലഞ്ചായിരുന്നു. ഒരാൾ ഇതുപോലെ ഒരു ഗിന്നസ് കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് 5.2 സെക്കൻഡ്സ്, ഒരു ചെന്നൈയിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ വെറുതെ ഒരു ചലഞ്ചായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പൊതുവേ ചലഞ്ചെല്ലാം ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ചെയ്ത് നോക്കിയപ്പം ഒരു ആദ്യം എനിക്കൊരു 8 to 9 സെക്കൻഡ്സോളം വന്നു. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒരു 3 to 4 ഡേയ്സ് കൊണ്ടാണ് ഞാൻ ഈ ഒരു 4.5 സെക്കൻഡ്സ് വരെ ആദ്യം എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ റെക്കോർഡിന് വേണ്ടി കൊടുക്കാമെന്ന് അപ്ലൈ ചെയ്ത് വീഡിയോ എടുത്തപ്പോൾ പിന്നെ അത് 4.8 നമുക്ക് എപ്പോഴും ഒരുപോലെ വരുമല്ലോ, മാറിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയാണ് പിന്നെ 4.8 ആയി. അങ്ങനെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും അതിന് വേണ്ടിക്ക് പരിശ്രമിച്ചു. പിന്നെ അവർ തന്നെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. കാരണം അത് 5 സെക്കൻഡാണ്, എൻ്റെ 4.8 ആണ്. പിന്നെ അവർ 2 ഹാൻഡ് വെച്ചിട്ടാണ് ചെയ്തത്, ഞാൻ സിംഗിൾ ഫിംഗർ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ഹോൾഡർ എന്നുള്ള ടൈറ്റിൽ തന്നെ കിട്ടി. 15 കാറ്റഗറിയിൽ 200ഓളം വസ്തുക്കൾ ഐഡൻറ്റിഫൈ ചെയ്തു. 2.5 വയസ്സ് മാത്രമാണ് പ്രായം. നമ്മൾ പോലും പലപ്പോഴും ചെറിയ തോതിൽ ആശങ്കപ്പെടുന്നൊരു സാഹചര്യം പല സമയത്തും ഉണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ള ആശങ്കയൊന്നും എസ്താൻ്റെ കാര്യത്തിലില്ല. ആ വീഡിയോ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് കാണാം. Good. 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 Where is the cutting plier? Good. Where is the knife? This one? Good. This one? Good. അടുത്ത റെക്കോർഡ് ഇനി ഉപ്പാക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാല്ലേ? ശ്രമിക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ ഫാമിലി റെക്കോർഡ് ആവില്ലേ എന്നുള്ളത്. ഇനിയും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന വലിയ നേട്ടങ്ങൾ ഈ കുടുംബത്തിനെ തേടി എത്തട്ടെ. അതിനുപരിയായി നമ്മളെ ഹസ്ബൻഡ് മുഹമ്മദ് റിയാസിനും ഇത്തരത്തിലൊരു റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.